നമ്മൾ വീണ്ടും പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ ആ ബഹളമൊക്കെ അവസാനിച്ചു. ഇനിയിപ്പോൾ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സ്വാഭാവികമായും പാർട്ടികളൊക്കെ അവരുടെ പ്രതീക്ഷകൾ അനലൈസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട എത്ര സീറ്റുകൾ കിട്ടും എന്നൊക്കെയുള്ള വലിയ കൂട്ടിക്കിഴക്കലിലും കണക്ക് കൂട്ടലുകളിലുമൊക്കെയാണ്. ഇന്ന് KPCCയുടെ നേതൃയോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. പ്രധാനമായും ഇലക്ഷൻ തന്നെയാണ് വിഷയം. ഒപ്പം തന്നെ MM ഹസൻ ഇപ്പോൾ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റാണ്. K സുധാകരൻ മത്സരിച്ച സാഹചര്യത്തിൽ ഇന്ന് ഹസൻ ഇന്ന് പദവി ഒഴിയും. സുധാകരൻ അധ്യക്ഷ ചുമതല വീണ്ടും ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. നൃപൻ, ഇന്ന് ഇലക്ഷന് ശേഷം വീണ്ടും KPCC നേതൃയോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രധാനമായും തെരഞ്ഞെടുപ്പ് തന്നെയാകും ചർച്ചയെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന MM ഹസൻ അത് ഇന്ന് KPCC അധ്യക്ഷനായിരുന്ന സുധാകരന് കൈമാറുമെന്നും മനസ്സിലാക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പരിപാടികൾ കഴിയുന്നത് വരെ MM ഹസൻ തുടരുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അത് ഈ ജൂൺ 4-ാം തീയതി റിസൾട്ട് വരെയാണ് എന്ന വാദം ഉയർത്തുന്നവരുണ്ട്. അതല്ല, കേരളത്തിലെ ഇലക്ഷൻ കഴിയുന്നത് വരെയാണ് എന്ന വാദം ഉയർത്തുന്നവരുമുണ്ട്. ആ രീതിയിൽ ഒരു ആശയക്കുഴപ്പം അവർക്കിടയിലുണ്ടോ? തീർച്ചയായും മനു, അത് അത്തരത്തിൽ നമ്മൾ നേരത്തെ 2 ദിവസങ്ങൾക്ക് മുമ്പ് വാർത്ത നൽകിയിരുന്നതാണ്. കാരണം ഒരു ആശയക്കുഴപ്പമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് പരിപാടികൾ പൂർത്തിയാകുന്നത് വരെ MM ഹസൻ KPCCയുടെ ആക്ടിംഗ് പ്രസിഡൻ്റായി തുടരുകയും അതിനുശേഷം തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അപ്പോഴുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം പ്രസിഡന്റ് പദവിയിലേക്ക് വീണ്ടും K സുധാകരൻ എത്തുകയാണെങ്കിൽ അങ്ങനെ ഇതായിരുന്നു നേതൃത്വത്തിലുണ്ടായിരുന്ന തത്വത്തിലുണ്ടായിരുന്ന ധാരണ. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഈ നിലപാടിന് ഒപ്പമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം കുറയുകയും അതിനുശേഷം നടത്തിയ വിലയിരുത്തലിനൊക്കെ ശേഷം K സുധാകരൻ അനുയായികൾക്ക് വലിയ ഭയം K സുധാകരന് തന്നെയാണ്. ഇക്കാര്യങ്ങളിൽ കണ്ണൂർ മണ്ഡലത്തിൽ K സുധാകരൻ തോറ്റുപോകും എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ ഇരട്ട പദവിയിൽ KPCC അധ്യക്ഷ പദവിയും MP പദവിയും തുടരുന്ന കാര്യത്തിൽ ഒരു ഇളവ് നൽകിയിരുന്നത് K സുധാകരനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം KPCC അധ്യക്ഷ പദവിയിൽ തുടർന്നത്. അദ്ദേഹത്തിന് വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാനുള്ള താല്പര്യവുമില്ലായിരുന്നു. അവസാനം നിർബന്ധിച്ച് AICC ആണ് അദ്ദേഹത്തിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് K സുധാകരൻ മത്സരിക്കാൻ പോയത്. അങ്ങനെ ഇനി ഒരു ഇടവേള ഇടുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ പ്രതികൂലമാണ് എങ്കിൽ തിരിച്ച് തോൽവിയോടുകൂടി വന്ന് വീണ്ടും പ്രസിഡന്റ് പദത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല അടിമുടിയൊരു മാറ്റം, ഈ പറയുന്ന നേതൃതലത്തിലൊരു മാറ്റം അഴിച്ചുപണിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തീരുമാനം AICC എടുക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് പദവിയിൽ അധ്യക്ഷ പദവിയിൽ ഇരിക്കാത്ത K സുധാകരൻ്റെ അഭിപ്രായത്തിന് പിന്നെ വിലയുണ്ടാകില്ല. കാരണം K സുധാകരൻ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു പുനഃസംഘടനയോ ഒരു മാറ്റമോ നേതൃമാറ്റമോ ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ അഭിപ്രായം പറയാനും പകരം വ്യക്തമായ ഒരു പദവിയിലേക്ക് മാറാനോ പുതിയ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനോ സാധിക്കും. ഇതുകൂടി കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ഉപദേശകർ അടിയന്തരമായി KPCC അധ്യക്ഷ പദവിയിലേക്ക് ചുമതല കൈമാറണം എന്ന തീരുമാനം എത്തിയത്. അതുകൊണ്ട് ഇന്ന് തന്നെ KPCC നേതൃയോഗത്തിന് ശേഷം ആക്ടിംഗ് പ്രസിഡന്റ് പദവി MM ഹസൻ ഒഴിയുകയും പ്രസിഡന്റ് പദവിയിലേക്ക് അധ്യക്ഷ പദവിയിലേക്ക് K സുധാകരൻ വരുമെന്നതാണ് സൂചന. ഇത് സംഘടനയ്ക്കുള്ളിലുള്ള ചില തർക്കങ്ങളുടെയും ആശയക്കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായി തന്നെ K സുധാകരൻ തിരിച്ച് പദവിയിലെത്തുന്നത്. അതാണ് മനു ചോദിച്ച ഈ പറഞ്ഞ വാർത്തയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത്, ഇന്ന് KPCCയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ തന്നെയാണ്. ജില്ലകളുടെ കണക്കെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് എടുത്തത്. ഇന്ന് അതിൻ്റെ പൂർണ്ണമായ വ്യക്തമാക്കൽ ഇന്ന് KPCC നേതൃയോഗത്തിലുണ്ടാകും. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും ശശി തരൂരും ഇന്നത്തെ യോഗത്തിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള നേതാക്കളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. VD സതീശനും K സുധാകരനും MM ഹസനാണ് ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുക. പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ DCC അധ്യക്ഷന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണം നടത്താൻ ഉള്ള സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു, പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന അഭിപ്രായം സ്ഥാനാർത്ഥികൾക്കെല്ലാം ഉണ്ട്. ഒപ്പം തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ തങ്ങളുടെ വോട്ട് കൊണ്ടൊന്നും ചെയ്യിക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം ബെന്നി ബെഹനാൻ അടക്കമുള്ള ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി അടക്കം മുന്നോട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരികയായിരുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ അന്ന് ബെന്നി ബെഹനാനൊക്കെ പരസ്യമായിട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതാണ്. തങ്ങളുടെ വോട്ടുകൾ, ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞില്ല, ആ രീതിയിൽ വേണ്ട ഇടപെടലുകൾ ഉണ്ടായില്ല, പ്രവർത്തകരും നേതൃത്വവും അതിലൊരു ആത്മപരിശോധന നടത്തണമെന്നടക്കമുള്ള കാര്യങ്ങൾ ബെഹനാനെ പോലുള്ളവർ അന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ KC വേണുഗോപാൽ അടക്കമുള്ളവർ അതിനെ തള്ളുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ K മുരളീധരൻ പരസ്യമായി പ്രതികരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ യോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
പ്രധാന അജണ്ട തിരഞ്ഞെടുപ്പ് മാത്രമായതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ പലതരത്തിലെ തിരിച്ചടികളുണ്ട്. പ്രവർത്തനത്തിൽ മന്ദത വന്നിട്ടുണ്ട്. സംഘടനാ സംവിധാനമില്ല, ഫണ്ടില്ലായിരുന്നു. KPCC തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച 137 ചലഞ്ചുമായി ബന്ധപ്പെട്ട വാർത്ത കൈരളി ന്യൂസിനെ പുറത്തുവിട്ടത്. അതിൽ ഓൺലൈൻ യോഗത്തിനകത്ത് കണക്കില്ല എന്ന കാര്യം VD സതീശനെ മുന്നോട്ട് വയ്ക്കുന്നു. തർക്കം നടക്കുന്നു. K സുധാകരന് മറുപടി പറയുന്നു, പരിശോധിക്കാമെന്ന് പറയുന്നു. ഈ അന്നത്തെ ട്രഷററായിരുന്ന പ്രതാപചന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയെല്ലാം കൈരളി ന്യൂസ് അപ്പോൾ തന്നെ പങ്കുവെച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ദുരൂഹതയുണ്ട്. അപ്പോൾ ഫണ്ട് ലഭിച്ചില്ല, പ്രവർത്തനത്തിൽ മന്ദത വന്നു, വോട്ടർമാരെ എത്തിക്കാനായില്ല എന്ന കാര്യങ്ങൾ MPമാർ സ്വാഭാവികമായി പറയും. DCCകൾക്കെതിരെ വലിയ വിമർശനമുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ തന്നെ വളഞ്ഞിട്ട് കൂകുന്ന അവസ്ഥ, അദ്ദേഹത്തിൻ്റെ പ്രചരണ വാഹനം തടയുന്ന അവസ്ഥ, തമ്മിൽ തല്ലുണ്ടാകുന്നു. അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സംഘടന ദുർബലമായിരുന്നു. പലയിടത്തും നോട്ടീസ് പോലും, അദ്ദേഹത്തിൻ്റെ പ്രചരണ ബ്രോഷറുകൾ പോലും വീടുകളിലെത്തിക്കാൻ പ്രവർത്തകർ തയ്യാറായില്ല. ബൂത്തുകൾ 274 ബൂത്തുകളിലാണ് ശശി തരൂരിന് ഇന്നേജന്റുമാരില്ലായിരുന്നത്. അങ്ങനെ വലിയ തരത്തിലുള്ള വിമർശനമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കെടുകാര്യസ്ഥമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത്രയും തുക 137 ചലഞ്ചും 138 ചലഞ്ചും അതോടൊപ്പം തന്നെ സമരാഗ്നിയുടെ പിരിവും ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട പിരിച്ചു കിട്ടിയ തുകയൊക്കെ ഇവിടെ പോയി എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഈ സ്ഥാനാർത്ഥികൾക്കുണ്ട്. ഇത്തരം കാര്യങ്ങളുടെ സമഗ്രമായ ചർച്ച ഇന്നത്തെ യോഗത്തിൽ നടക്കും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യതയുമുണ്ട്. മനു.